ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ 9 വർഷത്തോളം സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. അപ്പോൾ എനിക്ക് അവിടേക്ക് എത്താൻ പറ്റില്ല, കാരണം എനിക്ക് ലീവില്ല. ഞാൻ ഇപ്പോൾ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് നല്ലൊരു ഹാമ്പർ നോക്കി സെറ്റ് ചെയ്ത് തരണം. അയിനെന്താ, നമുക്ക് സെറ്റ് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ഞാനും തുടങ്ങി. ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് വേണം നമുക്കിനി വർക്ക് തുടങ്ങാൻ. ഫസ്റ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സാൻഡലിന്റെ ബോക്സ് ആണ്. നമ്മളിത് പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് കസ്റ്റമർ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ: ഏത് മോഡൽ വേണമെങ്കിലും എടുത്തോളി, കാണാൻ ഭംഗിയുണ്ടാവണം. അങ്ങനെ വർത്താനത്തിന്റെ ഇടയിൽ ഞാൻ രണ്ടാമത്തെ ബോക്സ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഈ ബോക്സിൽ മറിയം ലോഷനും കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. അടുത്തതായിട്ട് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ബോക്സ് ആണ്. ഇതിൽ നമുക്ക് ഈ ഒരു വാച്ച് സെറ്റ് ചെയ്യാം. കുറച്ച് പുഷ്പങ്ങൾ വെച്ച് അലങ്കരിച്ചപ്പം ബോക്സ് മുടുക്കനായി. ഇനി നമുക്ക് ട്രോളി ഹാമ്പർ സെറ്റ് ചെയ്യാം. ഈ ഒരു വർക്കിന് പ്രത്യേകിച്ചൊരു കളർ തീം ഒന്നും കസ്റ്റമർ പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മളെ ഇഷ്ടത്തിന് ചെയ്തോളി എന്നാണ് ആള് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇതിൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സും 2 പെയർ ഇയറിംഗ്സും പിന്നെ കൂട്ടത്തിൽ റോസ് ഗോൾഡിന്റെ ഒരു ബാംഗിൾസും വരുന്നുണ്ട്. തീർന്നിട്ടില്ല കേട്ടോ, ഈ ബോക്സിൽ ഇനിയും ഐറ്റംസ് ഉണ്ട്. ഫോട്ടോ പ്രിന്റ്സ് ആയിരുന്നു പിന്നെ ഇതിലുള്ളത് കേട്ടോ. 25 ഫോട്ടോസ് ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊരു ബോക്സിലാക്കി വെച്ചു. പിന്നെ കുറച്ച് ബാംഗിൾസിന്റെ സെറ്റ് ആണ്, പിന്നെ കുറച്ച് സ്നിക്കേഴ്സിന്റെ ചോക്ലേറ്റ്സും കൂടെ വെച്ചിട്ട് ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ബോക്സ് സെറ്റ് ചെയ്യാം. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് വെച്ചിട്ടുള്ളത് ഈ ഒരു ബെല്ലാവിറ്റന്റെ പെർഫ്യൂമിന്റെ സെറ്റ് ആണ്. ചോക്ലേറ്റ്സ് ആയിട്ട് ആൾക്ക് 2 ചോക്ലേറ്റ് ഇഷ്ടമുള്ളൂ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ബൗണ്ടി ആണ്, പിന്നെ ഉള്ളത് സ്നിക്കേഴ്സ് ആണ്. അതുകൊണ്ട് പിന്നെ ആ 2 ചോക്ലേറ്റ്സ് മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സും കൂടെ വെച്ചിട്ട് ഈ ബോക്സും കംപ്ലീറ്റ് ചെയ്തു. ബോക്സിന്റെ ടോപ്പിൽ ആനിവേഴ്സറിന്റെ ടോപ്പറും പിന്നെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റും ചെയ്തു. അപ്പൊ ഇനി നമുക്ക് നമ്മൾ ഫൈനൽ ആയിട്ടുള്ള വർക്കിന്റെ ലുക്ക് ഒന്ന് കണ്ടാലോ. ഓരോ വർക്ക് ചെയ്ത് കഴിയുമ്പോഴും അടുത്ത വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ദേ ഇതാണ്. ഇതൊക്കെ നീ എപ്പോഴാണ് സെറ്റ് ചെയ്തേ? നല്ല ഭംഗിയുണ്ട്. ചെരുപ്പും ഡ്രസ്സും എല്ലാം സൂപ്പറായിട്ടുണ്ട്. അതുപോലെ നല്ലോണം ചെയ്തിട്ടുമുണ്ട്. എവിടെയാ ഇത് ചെയ്യിപ്പിച്ചേ? ഇനി നമുക്ക് ആളെ റിയാക്ഷനും കൂടെ ഒന്ന് കണ്ടാലോ. അങ്ങനെ നമ്മളെ കസ്റ്റമറും ഹാപ്പി, അവരെ ആനിവേഴ്സറിയിൽ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഞാനും ഹാപ്പി. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.